ഹലോ എവരിവൺ, ക്വാണ്ടിറ്റി സർവേയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫോർത്ത് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വാല്യുവേഷൻ എന്നാണ് ടോപ്പിക്ക്. നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷനാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എസ്റ്റിമേറ്റ് ദി വാല്യൂ ഓഫ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്, ഇതെല്ലാം ക്വസ്റ്റ്യൻ്റെ ഭാഗമാണ്. കപ്പാസിറ്റി ഓഫ് ഹോസ്പിറ്റൽ 100 ബെഡ്, ഇൻകം പെർ ബെഡ് പെർ ഡേ 100, ഡിമാൻഡ് 70%. ഡിമാൻഡ് 70% എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ 100 ബെഡ് ഉണ്ട്, ഒരു ബെഡിന് 100 രൂപയാണ്. പക്ഷെ 100 ബെഡും കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും ഫില്ലാവാറില്ല. ഓൾമോസ്റ്റ് 70% മാത്രമേ അതിൽ ചിലവ് അല്ലെങ്കിൽ അത് സ്പെൻഡ് ചെയ്യാറുള്ളൂ, യൂസ് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. ദെൻ അടുത്തത് സ്റ്റാഫ് സാലറി 20% ഔട്ട്കംസ് ആണ്, നമുക്ക് വരുന്ന ചെലവുകളാണ്. ഇലക്ട്രിസിറ്റി, റിപ്പയർ, ടാക്സസ് എക്സെട്ര 30%. ദെൻ ഫ്യൂച്ചർ ലൈഫ് ഓഫ് ബിൽഡിങ്ങിന്റെ ലൈഫ് ബാലൻസ് വരുന്നത് 50 years ആണ്. ഏരിയ ഓഫ് ലാൻഡ് നിൽക്കുന്നത് 1500 മീറ്റർ സ്ക്വയറിലാണ്. കോസ്റ്റ് ഓഫ് ലാൻഡ് 1500 പെർ സ്ക്വയർ മീറ്റർ, ഒരു മീറ്റർ സ്ക്വയറിന് 1500 രൂപയാണ്. അങ്ങനത്തെ 1500 മീറ്റർ സ്ക്വയർ ഉണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് 8% ആൻഡ് റിഡംഷൻ ഈസ് 6%. ഇൻട്രസ്റ്റ് ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞാൽ സിങ്കിങ് ഫണ്ട് ഇൻട്രസ്റ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറെ ടേമാണ് റിഡംഷൻ എന്നുള്ളത്. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൽ കണ്ടുപിടിക്കേണ്ട കാര്യം, ആദ്യം ഈ ബിൽഡിങ്ങിന്റെ ഇൻകം മുഴുവനായിട്ട് കണ്ടെത്തേണ്ടി വരും. ഇൻകം കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഇൻകം വരാനുള്ള സാധ്യത എന്നുള്ളത് റൂമിന്റെ ബെഡാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന ബെഡ്റൂമിന്റെ ഇൻകാണ്. ആ ഇൻകം തന്നിട്ട് അതിന് ഹിന്റാണ് തന്നിട്ടുള്ളത്. അത് ടോട്ടൽ ഇൻകം കണ്ടിട്ട് അതിൽ 70% മാത്രമേ ഡിമാൻഡ് ഉള്ളൂ. അപ്പോൾ അതിന്റെ 70% മാത്രമേ ടോട്ടൽ നമ്മൾ ലഭിക്കുന്ന ഇൻകം ഉണ്ടാവുള്ളൂ. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ 100 × 100 ഒക്കെ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണെങ്കിൽ പോലും നമുക്ക് ഡിമാൻഡ് 70% ആയതുകൊണ്ട് ആ ടോട്ടലിന്റെ 70% മാത്രമേ ഇൻകം ആയിട്ട് വരും, നെറ്റ് ഇൻകം ആയിട്ട് വരുള്ളൂ. ഇതാണ് അതിൽ നിന്ന് ഔട്ട് ഗോയിങ്സ് കുറക്കണം. സ്റ്റാഫ് സാലറി, ഇലക്ട്രിസിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട് ഗോയിങ്സ് കിട്ടും. ഈ നെറ്റ് ഇൻകത്തിൽ നിന്ന് ഔട്ട് ഗോയിങ്സ് കുറച്ചാൽ ബാലൻസ് പ്രോഫിറ്റ് കിട്ടും. ദെൻ ഈ പ്രോഫിറ്റ് ഇൻറ്റു നമുക്ക് ഇയർ ഓഫ് പർച്ചേസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റൽ വാല്യൂ ലഭിക്കുമെന്നതാണ്. അപ്പോൾ ബിൽഡിങ്ങിന്റെ വാല്യൂഷൻ അവിടെ തീർന്നു. അതിന്റെ കൂടെ തന്നെ ലാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ലാൻഡിന്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തേണ്ടി വരും. 1500 മീറ്റർ സ്ക്വയർ ഉണ്ട്, 1500 രൂപയാണ്, അത് കണ്ടെത്തണം. അതിന്റെ ഒരു ഫാക്ടർ, ഒരു മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരു കുറച്ച് ഭാഗം സോൾവ് ചെയ്യാനുണ്ട്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിങ്ങിന്റെ വാല്യൂഷനായി. രണ്ടുകൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഭൂമി, ലാൻഡ് പ്ലസ് ബിൽഡിംഗ്, ഹോസ്പിറ്റൽ, അതിന്റെ വാല്യൂഷനായി. ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റെപ്പ് വൈസ് ആണ് ആൻസർ ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ടോട്ടൽ ഇൻകം ഫ്രം ഹോസ്പിറ്റൽ ഈക്വൽ ടു, നമുക്കറിയാം ഫോർ എ ഇയർ, ഒരു വർഷത്തിന്റെ. ടോട്ടൽ ആനുവൽ ഇൻകം എഴുതി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. ടോട്ടൽ ആനുവൽ ഇൻകം ഫ്രം ഹോസ്പിറ്റൽ ഈക്വൽ ടു, നമുക്കറിയാം ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ട്. കാരണം ഇവിടെ ഇൻകം പെർ ബെഡ് പെർ ഡേ, ഒരു ദിവസത്തെ വാടക വന്നിട്ടുള്ളത്. അങ്ങനെ 365 ദിവസം വരുന്നുണ്ട്. നമുക്കറിയാം 100 ബെഡാണ് വരുന്നത്. ദെൻ നമുക്കറിയാം ഒരു ബെഡിന്റെ പൈസ എന്നുള്ളത്, വാടക റെന്റ് എന്നുള്ളത് 100 രൂപയാണ്. അപ്പോൾ ഇത് ഇനി സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ 36,50,000 എന്നായിരിക്കും ആൻസർ ലഭിക്കുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡിമാൻഡ് ആസ് 70% ആണ്. ഡിമാൻഡ് ആസ് 70%. അപ്പോൾ ലഭിക്കുന്ന ആൻസർ എന്നുള്ളത് 36,50,000 ഇൻറ്റു 70% ആണ്, 70/100. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 25,55,000 rupees ആയിരിക്കും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിമാൻഡ് 70% എന്നാൽ ഗ്രോസ് ഇൻകം എന്ന് പറയാം. ഗ്രോസ് ഇൻകം. ഇനി ചെയ്യാൻ പോകുന്നത് ഡിഡക്ഷൻസ് ആണ്. സ്റ്റെപ്പ് 2 ഡിഡക്ഷൻ. അതിൽ വരുന്നത് ഫസ്റ്റ് സ്റ്റാഫ് സാലറി. 20% ആണ്. അപ്പോൾ ഈ 25,55,000 ആണ് നമുക്ക് ആക്ച്വലി ലഭിക്കുന്ന പൈസ. ഇത്രയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ട് എങ്കിൽ പോലും ഇത്ര ലഭിക്കുള്ളൂ. കാരണം 70% മാത്രം റൂം നമുക്കതിൽ റെന്റിൽ പോകാറുള്ളൂ. അപ്പോൾ ഇത്ര എമൗണ്ട് ആണ് നമുക്ക് ലഭിക്കുന്ന എമൗണ്ട്. ആ ലഭിക്കുന്ന എമൗണ്ടിൽ നിന്നും കുറച്ച് ചെലവുകളുണ്ട്, അതാണ് കുറക്കാൻ പോകുന്നത്. അത് ഈ ലഭിക്കുന്ന എമൗണ്ടിന്റെ 20% ആണ്. 20 × 20/100 ഇൻറ്റു 25,55,000. ഇത് സോൾവ് ചെയ്യാൻ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 5,11,000
1000 ആണ്. ദെൻ അടുത്ത ചെലവ് എന്നുള്ളത് സ്റ്റാഫ് സാലറി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെലവ് ഇലക്ട്രിസിറ്റി റിപ്പയർ ആണ്. ഇലക്ട്രിസിറ്റി റിപ്പയർ നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് ആണ്? 30%. 30/100 into 25,55,000. ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത്, ഞാൻ ഈ ആൻസർ ഗ്രോസ് ഇൻകം മാറ്റി തരുന്നുണ്ട്. നമുക്ക് ഈ ഡാറ്റ ആവശ്യമുണ്ട്. ഗ്രോസ് ഇൻകം ഈക്വൽ ടു 25,55,000. ദെൻ ഇതിന്റെ ഇലക്ട്രിസിറ്റി റിപ്പയർ വരുന്ന ചാർജ് എത്രയെന്ന് വെച്ചാൽ 12,77,500 rupees. 12,70,75,500 എന്നാണ് ആൻസർ ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജും ഇത് സ്റ്റാഫ് സാലറി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഔട്ട് ഗോയിങ്സ് നോക്കാം. ടോട്ടൽ റിഡക്ഷൻ, അതായത് ഔട്ട് ഗോയിങ്സ്. ഓക്കെ, നമ്മൾ ഔട്ട് ഗോയിങ്സ് കാണിച്ചാൽ മതി. റിഡക്ഷൻ എന്നുള്ള മീനിങ് ആണെങ്കിൽ പോലും. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് തേർഡ് സ്റ്റെപ്പിൽ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് 5,11,000 plus 12,77,500 rupees. ടോട്ടൽ ഔട്ട് ഗോയിങ്സ് എന്നുള്ളത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ എന്നുള്ളത് ഇലക്ട്രിസിറ്റി ചാർജ് എന്നുള്ളത് 30/100 into 25,55,000. അതിന്റെ ആൻസർ വരിക 76,6,500. 7,66,500 എന്നുള്ളതാണ് ആൻസർ വരിക. ദെൻ ടോട്ടൽ ഔട്ട് ഗോയിങ്സ് വരുമ്പോൾ 5,11,000 പ്ലസ് 7,66,500 rupees. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ആണ് വരുന്നത് 12,77,500 rupees ആണ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ് വരിക. ദെൻ സ്റ്റെപ്പ്, അടുത്ത ഫോർത്ത് സ്റ്റെപ്പാണ്. നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഇൻകം മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ്. ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,77,500 മൈനസ് ക്ഷമിക്കണം 25,55,000 മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ് പറഞ്ഞാൽ 77,500 rupees വരും. 12,77,500 ആണ് നെറ്റ് ഇൻകം പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും ലഭിച്ചിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്നുള്ളത് നമുക്ക് ഇയർ ഓഫ് പർച്ചേസ് കണ്ടെത്തണം. ഇയർ ഓഫ് പർച്ചേസ് ഈക്വൽ ടു 1/IC പ്ലസ് I എന്നാണ് ഇയർ ഓഫ് പർച്ചേസ് വരിക. 1/IC പ്ലസ് I എന്നുള്ളത് ഞാൻ ഈ ഒരു ഡാറ്റയാണ് മാറ്റി തരുന്നുണ്ട്. നെറ്റ് ഇൻകം ഈക്വൽ ടു 12,77,500. ഇനി ഇയർ ഓഫ് പർച്ചേസ് കണ്ടെത്തണം. ഇയർ ഓഫ് പർച്ചേസ് ഇക്വേഷൻ 1/IC പ്ലസ് I എന്നുള്ളതാണ്. നമുക്ക് ആദ്യം IC കണ്ടെത്തണം. IC ഈക്വൽ ടു, അതായത് സിങ്കിങ് ഫണ്ട് കോഎഫിഷ്യന്റ് ആണ്. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം IC ഈക്വൽ ടു IC by 1 പ്ലസ് സഫിക്സ് IC all raised to n minus 1 എന്നുള്ളതാണ് ഇക്വേഷൻ. IC എന്ന് പറഞ്ഞാൽ സിങ്കിങ് ഫണ്ട് ഇൻട്രസ്റ്റ് ഓഫ് സിങ്കിങ് ഫണ്ട് റിഡംഷൻ ആണ്. അപ്പോൾ 6% ആണ്. അതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 0.06 by
1 പ്ലസ് 0.06 ലൈഫ് ഇൻ ഇയർ ആണ്. ഫ്യൂച്ചർ ലൈഫ് ഓഫ് ബിൽഡിംഗ് 50 ഇയർ ആണ്. 50 മൈനസ് 1. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 0.00344 എന്നായിരിക്കും ആൻസർ ലഭിക്കുക. ഓക്കെ, അതാണ് ക്യാപിറ്റൽ IC. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിഫ്ത്ത് പോയിന്റിൽ അല്ലെങ്കിൽ ഇയർ ഓഫ് പർച്ചേസ് കണ്ടെത്താം. YP ഈക്വൽ ടു 1/IC. IC എന്ന് പറഞ്ഞാൽ 0.00344 പ്ലസ് സ്മോൾ i എന്നുള്ളത് നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ആണ്. പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.08, അതായത് 8/100 വരും, 0.08 വരും. ഓക്കെ, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നത് 11.984 എന്നുള്ള വാല്യൂ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇയർ ഓഫ് പർച്ചേസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത നെക്സ്റ്റ് സിക്സ്ത് സ്റ്റെപ്പ് വരുന്നത് ക്യാപിറ്റൽ വാല്യൂ ഓഫ് ബിൽഡിംഗ്. ക്യാപിറ്റൽ വാല്യൂ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻകം ഇൻറ്റു YP എന്നാണ്. നെറ്റ് ഇൻകം ഇൻറ്റു YP എന്നാണ് ക്യാപിറ്റൽ വാല്യൂ ഓഫ് ബിൽഡിംഗ് വരിക. ദെൻ നെറ്റ് ഇൻകം നമുക്കറിയാം, നെറ്റ് ഇൻകം ഇസ് ഈക്വൽ ടു 12,77,500 ഇൻറ്റു YP എന്ന് പറഞ്ഞാൽ 11.984. ഓക്കെ, ഇതായിരിക്കും ആൻസർ വരിക. 15302500 എന്നുള്ള ആൻസർ ലഭിക്കും. ഇതായിരിക്കും ക്യാപിറ്റൽ വാല്യൂ ഓഫ് ബിൽഡിംഗ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഈ ഒരു വാല്യൂ നമുക്കിനി ആവശ്യമായിട്ട് വരുന്നതാണ്. ഞാനത് മാറ്റി തരുന്നുണ്ട്. ക്യാപിറ്റൽ വാല്യൂ ഓഫ് ബിൽഡിംഗ് ഈക്വൽ ടു 1530 then 2500. ഓക്കെ, അതായിരിക്കും ആൻസർ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇക്വേഷൻ നമ്പർ 1 ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് 7th പോയിന്റ് ആണ്. നമ്മൾ ബിൽഡിങ്ങിന്റെ വാല്യൂഷൻ ചെയ്ത് കഴിഞ്ഞു. ക്യാപിറ്റൽ വാല്യൂ ഓഫ് ബിൽഡിംഗ് കിട്ടി 15302500. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ലാൻഡ് ആണ്. ലാൻഡിന്റെ കണ്ടെത്തണം. കോസ്റ്റ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര മീറ്റർ സ്ക്വയർ ആണുള്ളത്, 1500 മീറ്റർ സ്ക്വയർ വരുന്നുണ്ട്. ഒരു മീറ്റർ സ്ക്വയറിന്റെ വാല്യൂ എന്നുള്ളത് 1500 ആണ്. ദെൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 22,50,000 22,50,000 ആയിരിക്കും ആൻസർ ലഭിക്കുക. ഓക്കെ, ദെൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ആക്ച്വൽ വാല്യൂ ആണെങ്കിൽ പോലും ഡിഫേർഡ് വാല്യൂ ഓഫ് ബിൽഡിംഗ് ഡിഫേർഡ് വാല്യൂ ഓഫ് ലാൻഡ് ഫോർ 50 years അല്ലെങ്കിൽ ആഫ്റ്റർ ഈക്വൽ ടു 22,50,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് i എന്ന് പറഞ്ഞാൽ 6%. കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. n എന്നുള്ളത് 50 ആണ്. 50. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത് 1,22,419 എന്നായിരിക്കും ഇതിന് ആൻസർ ലഭിക്കുക. ഇതിന്റെ നമ്പർ 2 കൊടുത്താണ് ആക്ച്വൽ 50 വർഷത്തിന് ശേഷം നമ്മൾ ലഭിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന് വരുന്ന ഡിഫേർഡ് വാല്യൂ. അപ്പോൾ ടോട്ടൽ എന്നുള്ളത് ടോട്ടൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് 2 എന്നാണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15302500 പ്ലസ് 122,419. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്നുള്ളത്, ഇനി ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 15302560 പ്ലസ് 122,419. സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ 154,24,709. ഓക്കെ, ഇതായിരിക്കും ടോട്ടൽ ആൻസർ ലഭിക്കുക. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ചെയ്ത കാര്യം ഒന്നുകൂടെ പറയാം. ഇതിൽ നമുക്ക് ഗിവൺ ഡാറ്റ എന്നുള്ളത് കപ്പാസിറ്റി ഇങ്ങനെ കുറേ കാര്യം തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ബിൽഡിങ്ങിന്റെ വാല്യൂ ചെയ്യണം. അത് ചെയ്യുന്ന സമയത്ത് റെന്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ റെന്റ് 100 ബെഡ് ഉണ്ട്,
ഒരു ബെഡിന്റെ വില എത്രയെന്ന് അറിയാം, അങ്ങനെ ഒരു വർഷം ലഭിക്കുന്ന എമൗണ്ട് എത്രയെന്നുള്ളത് കണ്ടെത്താം. പക്ഷെ അതിൽ തന്നെ 70% ഡിമാൻഡ് ഉള്ളൂ. അപ്പോൾ അതിന്റെ 70% കണ്ടെത്തുക, ശേഷം നമുക്ക് വരുന്ന ചെലവുകൾ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു നെറ്റ് ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം കിട്ടും. ഈ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ ഇയർ ഓഫ് പർച്ചേസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ നെറ്റ് ഇൻകം ലഭിക്കുമെന്നുള്ളതാണ്. അതാണ് ഈ എഴുതിയിട്ടുള്ള എമൗണ്ട്. അതിനുശേഷം ബിൽഡിങ്ങിന്റെ വാല്യൂ ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1500 മീറ്റർ സ്ക്വയർ ഏരിയ ഉണ്ട്, അതിന്റെ കൂടെ 1500 ആണ് ഒരു മീറ്റർ സ്ക്വയറിന്റെ പ്രൈസ്. ഇത് രണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ ടോട്ടൽ ആൻസർ ലഭിക്കും. പക്ഷേ ആക്ച്വൽ വാല്യൂ അതല്ല, 50% 50 ഇയർ കഴിഞ്ഞിട്ട് 60% റേറ്റിൽ വരുന്ന എമൗണ്ട് ആണ്. അതിങ്ങനെയാണ് സോൾവ് ചെയ്യാം. ആ എമൗണ്ട് കിട്ടി. അപ്പോൾ നമ്മുടെ കേസ് നമ്പർ 1ഉം കേസ് നമ്പർ ബിൽഡിങ്ങിന്റെ വാല്യൂഷൻ, ലാൻഡിന്റെ വാല്യൂഷനും ബിൽഡിങ്ങിന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ലഭിക്കും എന്നുള്ളതാണ്. അതായിരിക്കും ടോട്ടൽ ആൻസർ. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ച് ലൈറ്റായിട്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷേ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.